ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വടക്കം ബ്ലോഗ്സ് ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവൻ്റെ വീട്ടിലാണ്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മാങ്ങ അടക്കാൻ. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഈ കാണുന്ന മാങ്ങകൾ മൊത്തം അടക്കണില്ല, ഒന്ന് രണ്ടെണ്ണം. നമ്മളങ്ങനെ മാങ്ങ അടക്കാൻ്റെ പ്ലാനാണ്. രണ്ട് കമ്പ് കൊണ്ട് നടക്കുന്നത്. അപ്പം വീട്ടിലേക്ക് പോകാം, വാ. അങ്ങനെ അടുത്തെത്തി ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഒരു മാങ്ങ നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുകയാണ്. അടുത്ത മാങ്ങ അടക്കാൻ പോവുകയാണ്. ഒരു മാങ്ങ കൂടെ അവിടെ നോക്കി വെക്ക്. അങ്ങനെ നമുക്ക് 3 മാങ്ങ കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പം 3 മാങ്ങ കഴുകി ഉപ്പിട്ട് തിന്നാം. കാണിച്ച പഴുത്തതാണ്. കാണിച്ചത് വാ. നമ്മൾ കഴുകുന്നു ഗൈസ്. 3 മാങ്ങയും കഴുകുന്നു. നല്ലപോലെ കറയെല്ലാം മാറ്റി ഇതാണ് അരിഞ്ഞ് പറക്കി തിന്നണം. അങ്ങനെ നമ്മൾ 3 മാങ്ങയും കഴുകി പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് തൊലി ചെത്താം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ മാങ്ങ തൊലി ചെത്തിക്കൊണ്ടിരിക്കുന്നു. പഴുത്തതായതുകൊണ്ട് തൊലി ചെത്താൻ ചെറിയ പാടുണ്ട്. എല്ലാം പഴുത്തതാണ്. നല്ല ടേസ്റ്റ്. ആദ്യം പുളിഞ്ചി മാങ്ങയാണ്, നല്ല ഒരു പുളിപ്പായിരിക്കും. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തൊലി അറുത്ത് കഴിച്ചാൽ നല്ല ഒരു ടേസ്റ്റ്. അല്ലാതെ കഴിച്ചാൽ തൊലി നല്ല കട്ടിയായിരിക്കണോണ്ട് കൊള്ളൂല. അങ്ങനെ നമ്മൾ ഒരു സൈഡ് അങ്ങ് തൊലി ചെത്തി. ഇനി ഇപ്പുറത്തും കൂടി തൊലി ചെത്താൻ മതി. അങ്ങനെ നമ്മൾ ഒരു മാങ്ങ തൊലി ചെത്തിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി വയ്ക്കാം. അടുത്ത മാങ്ങ എടുക്കാം നമുക്ക്. ഇത് പഴുത്തായതുകൊണ്ട് പാടുണ്ട് ചെത്താൻ. ഹലോ ഗൈസ്, അങ്ങനെ ഒരു മാങ്ങ നമ്മൾ അരിയാണ്. വേറൊരു മാങ്ങ നല്ല പഴുത്തതായതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ തന്നെ കൊള്ളാം. മാങ്ങ അരിഞ്ഞ സൈഡിൽ വയ്ക്കുകയാണ്. സൈഡിലോട്ട് കാണുന്നുണ്ടല്ലോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ അരിഞ്ഞതിൽ ഇത് രണ്ടും ജ്യൂസ് അടിക്കാൻ മാത്രമേ കൊള്ളാം. ഇത് മാത്രം തന്നെ ഇപ്പം കഴിക്കാൻ കൊള്ളാം. ഇപ്പം നമ്മൾ ഒന്നെടുത്ത് കഴിക്കുകയാണ്. ഇല്ല, അങ്ങനെ കൊള്ളാമാ? കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇനി കഴിച്ചു നോക്കാം. കഴിച്ചതിന് കുഴപ്പമില്ല, കൊള്ളാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കൊള്ളാമല്ലേ? ഈ മാങ്ങ പച്ച കഴിക്കാൻ പുളിപ്പാണ്. പഴുത്താണ് ഞാൻ ടെസ്റ്റ് ഇപ്പം കാണിച്ചിട്ടില്ല. അത് നല്ല പഴുത്താണെങ്കിൽ ജ്യൂസ് അടിക്കാൻ തന്നെ കൊള്ളാം. കാരണം ഇതൊക്കെ ജ്യൂസ് അടിക്കാൻ തന്നെ കൊള്ളാം. ഇത് നമ്മൾ അരിയാത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.